എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. കാളുവിനെ നോക്കിയതാ, ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. എൻ്റെ മോനെ പാതിരാത്രി ഇരുന്ന് ഒറ്റയ്ക്ക് ബോൾ കളിക്കുന്നവന് ഇന്നലെ രാത്രി ബോൾ കളിക്കേണ്ട മൈൻഡ്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. നോക്കാൻ പോകുന്നുണ്ട് ഇടയിൽ ചെടികളൊക്കെ വളർന്നു കേട്ടോ. ഇടയിൽ പുള്ളാറ്റിനെ നോക്കാൻ അപ്പൂപ്പന്മാരെ നോക്കുന്നതാണ് കേട്ടോ. അത് കണ്ടോ, ചെടികളൊക്കെ വളർന്നു കണ്ടോ. രാത്രി ഭയങ്കര കളികളൊക്കെയാണ് കേട്ടോ. തന്നെ ഇരുന്ന് പാതിരാത്രി അതും ഇട്ടിട്ടുണ്ട് വീഡിയോ, ഒന്ന് കാണണേ. ഒറ്റയ്ക്ക് ഇരുന്ന് കളിച്ചോളും പാവം. കണ്ടോ, നോക്കുന്നുണ്ട്. എന്താ പൊന്നാപ്പൂപ്പന്മാരില്ലേ അവിടെ? വാ, മൈലാഞ്ചിയാണ്, മൈലാഞ്ചിയുടെ കൂടെയാണ്. കുറേ അടുത്ത് നമ്മുടെ ശംഖുപുഷ്പമുണ്ട്. ഇത് കുറേ കിട്ടി കേട്ടോ. അതെ, ഇനിയും ഉണ്ട്, ഇനിയും പറിക്കണം. ഇത് മൈലാഞ്ചിയാണ്. ഇത് നമ്മൾ ഇതിൽ കൂടെ അങ്ങോട്ട് ശംഖുപുഷ്പം പിടിച്ചത് ഇനി വെട്ടണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ടെറസിൽ പണിയുണ്ട്, ഒരു റൂം പണിയണം. അപ്പോൾ അതിന് വേണ്ടി ഇതൊക്കെ വെട്ടി ഇച്ചിരി കളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റണം. ഈ നമ്മുടെ വേസ്റ്റൊക്കെ ഡംപ് ചെയ്യാൻ വേണ്ടി കുറേ അനാവശ്യമായിട്ടുള്ള കാര്യം. ഇത് കണ്ടോ, കുറേ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, വേണ്ട ശംഖുപുഷ്പമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ചില സമയം നല്ലതായിട്ട് വരും. എല്ലായിടത്തും ഇങ്ങനെ പടർന്ന് കിടക്കുന്ന കേട്ടോ. വെള്ളം ഒരു പ്രാവശ്യം വന്നായിരുന്നു, പിന്നെ കണ്ടില്ല. അത് കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ഡെയിലി എടുത്തുകൊണ്ട് പോകും കേട്ടോ പൂജയ്ക്ക്. പിന്നെയും വരും. തുളസിയൊക്കെ അവിടെയൊക്കെ ഉണ്ട്, നിറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറിച്ചുകൊണ്ട് പോയി ദൈവത്തിന് വെക്കാനാ പൂജയ്ക്ക്. മോനിവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, അവനെ എൻ്റെ കൂടെ പൂ പറിക്കാനൊക്കെ വന്നതാണ്. പോലെ തുളസിയുണ്ട്, തുളസിയും നമ്മുടെ ശംഖുപുഷ്പവും എല്ലാം കൂടെ ഇങ്ങനെ ചുറ്റിപ്പിടഞ്ഞൊക്കെ കിടക്കുന്ന കണ്ടോ. ഇതുണ്ട്, കുറേ കിട്ടിയേ. ഇത് നമ്മൾ വെട്ടി ഒന്ന് ലെവലാക്കി കൊടുത്താലും പിന്നെയും വളർന്നു വരും. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ടെറസിലെ മേസ്ത്രിമാർക്ക് പണിയുണ്ട്. ലാസ്റ്റ് നമ്മുടെ താഴത്തെ പണിയൊക്കെ കഴിയുമ്പോഴേ അപ്പോഴത്തേക്കും നമുക്ക് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ പൂവും തുളസിയൊക്കെ പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മൾ പൂ മേടിക്കുന്നവരാണ്, എന്നാലും ഇവിടെയുള്ള പൂക്കളും എടുത്തുകൊണ്ട് പോവും. പുറത്തവരെ കണ്ട് ആരെ വിളിക്കുന്നേ? ആരെ വിളിക്കുന്ന മുന്നേ? അവിടെ ആരും ഇല്ലല്ലോ. അയ്യോ തുള്ളി പോകുന്ന പോക്ക് കണ്ടോ കണ്ടോ. ആരാ അത്? ആരാ വിളിച്ചേ? ഇതൊക്കെയാണ് പരിപാടി. എൻ്റെ മോൻ കേട്ടോ, എല്ലാവരെയും വിളിച്ച് അന്വേഷിക്കുന്നതാണ്. ദേഷ്യത്തിലല്ല കേട്ടോ, അവൻ സ്നേഹത്തിൽ വിളിച്ചാൽ ഇങ്ങനെ ഒരു ഹസ്കി വോയിസ് അവന് കണ്ടോ. ആടെ അപ്പുറത്തെ അപ്പൂപ്പനെ വിളിച്ചിട്ട് സംസാരിക്കുന്നു. എന്താന്ന് ചോദിച്ചേ? നല്ലതാണോ? മോൻ ചോദിച്ചേ നല്ലതാണോ? ചോദിച്ചേ നല്ലതാണോ? ചോദിച്ചേ. ചായയൊക്കെ കുടിച്ചോ? ചോദിച്ചു പിന്നെ. ഞാൻ വന്ന എൻ്റെ പുറകെ വരവാണ് കേട്ടോ. അവിടെ അയ്യോ, എടുത്തോട്ട് വാ. ഒരുത്ത തന്നെ കളിക്കണ ബോൾ കളി. ബോൾ എടുത്തോട്ട് വാ. അയ്യോ എടുക്ക. തന്നെ ഇരുന്ന് കളിക്കുന്ന കേട്ടോ, ആരും ഇല്ലാത്തത്. തന്നെ വെറുതെ ബോൾ കളിയാണ് രാത്രി. ഇത് കണ്ടില്ലേ? അച്ഛൻ ടി വി കണ്ടോണ്ടിരുന്നപ്പോൾ സ്ലിപ്പ് ചെയ്ത് വീട് പോന്നാ. കളിക്കട്ടെ കണ്ടോ ഓടുന്നത്. കളിക്കട്ടെ. എവിടെ? എടുത്തോട്ട് വാ. നമ്മൾ തട്ടിയിട്ട് കൊടുക്കണം. അവിടെ ഇരുട്ട്. കട്ടിലിൻ്റെ ഇടയിൽ പോയിട്ട് ഒരുത്ത കട്ടിലിൻ്റെ ഇടയിലേക്ക് പോയത് കണ്ടാ. കിട്ടി അവന്. അവിടെ ഉണ്ടാ കണ്ടോ, കട്ടിലിൻ്റെ ഇടയിൽ പോയത്. കട്ടിലിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയാ കണ്ടോ. അച്ചോ ഇട്, ഇത് തരാം. ഏതെടുക്കണമെന്നാണ് അവന്. ചുവപ്പാണ്. രണ്ടും കിട്ടി കണ്ടോ, കട്ടിലിൻ്റെ ഇടയിലേക്ക് പോയത്. വാ.
എന്തായി എടുക്ക്